ആരാണ് കല്ലായിയെ ഇങ്ങനെ മലിനമാക്കുന്നത്? പ്രധാന പ്രശ്നം മലിനജലം ഒഴുക്കിവിടുന്നതാണ്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതവുമാണ്. സാനിയ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കല്ലായിപ്പുഴ മണവാട്ടി എന്നാണ് കവികൾ പാടിപ്പുകഴ്ത്തിയിട്ടുള്ളത്. പക്ഷേ ആ കല്ലായിപ്പുഴയല്ല ഇന്നത്തെ കല്ലായിപ്പുഴ എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ പുഴയിലെ വെള്ളം കാൽ കഴുകാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്തത്രയും മലിനമായിരിക്കുന്നു എന്നാണ് കേന്ദ്ര പരിസ്ഥിതി ബോർഡിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതായത് 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 80,000 കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ അപകടകരമായ അവസ്ഥയിലാണ് കല്ലായിപ്പുഴ ഇപ്പോഴുള്ളത്. കൂടാതെ ഓക്സിജൻ്റെ അളവ് വളരെ അപകടകരമായ വിധത്തിലുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നു. കാളിന്തിയാകുന്ന ഒരവസ്ഥ. അതായത് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട്. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് പരിശോധിച്ച് മലിനീകരണ തോത് കണക്കാക്കുന്ന BOD നിരക്ക് 12.8 മില്ലിഗ്രാം ആണ്. വെറും 3 മില്ലിഗ്രാം വേണ്ടിടത്താണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം. 2022 അനുവദനീയമായ പരിധിയിലായിരുന്ന BOD ഒരു വർഷം കൊണ്ട് 4 ഇരട്ടിയിലേറെ കൂടി. അനധികൃത കയ്യേറ്റങ്ങളും വ്യാപകമാണ്. അതായത് 5.5 ഏക്കറിലധികം 6 ഏക്കറോളം ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത്. കൂടാതെ 100 കണക്കിന് കെട്ടിടങ്ങളും ഇങ്ങനെ അനധികൃതമായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പുഴയുടെ ആഴം കൂട്ടാനുള്ള യാതൊരു പരിപാടികളും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പുഴ ഇപ്പോൾ ചെളി വന്നടിഞ്ഞ് പലയിടങ്ങളിൽ നിന്നായി ചെളി വന്നടിഞ്ഞ് പുഴ ആകെ മലിനമാകുന്ന ഒരവസ്ഥയാണുള്ളത്. കനോലി കനാൽ, നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും പേറുന്ന കനോലി കനാലിൽ നിന്നും 65 ഓവുചാലുകളാണ് കല്ലായിപ്പുഴയിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ കല്ലായിപ്പുഴയിൽ പ്രധാനമായും കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തടി വ്യവസായമാണ് കല്ലായിപ്പുഴയെ ആദ്യഘട്ടത്തിൽ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പുഴയിൽ മരങ്ങൾ കൊണ്ടിട്ട് അത് നനയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പുഴ ഇങ്ങനെ മലിനമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒഴുക്ക് കാണാനാകുന്നത്. ചെളി കെട്ടിക്കിടന്ന് യാതൊരു തരത്തിലുള്ള ഒഴുക്കുമില്ലാതെ ഒരു മലിനക്കുളം പോലെ ആയിരുന്ന അവസ്ഥയായിരുന്നു കല്ലായിപ്പുഴയിൽ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ മഴ പെയ്തതോടെ അല്പം ഒഴുക്ക് ഇപ്പോഴുണ്ട്. ഈ ചെളികൾ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ അതിൽ കണ്ടൽ വളരുകയും പിന്നീട് കണ്ടൽ വെട്ടിക്കളയാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും അത് ചതുപ്പായി മാറുകയും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയപ്പെടുകയും പുഴ തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കല്ലായിപ്പുഴയുടെ ചെളി നീക്കാനായി ടെൻഡർ വിളിച്ചത് ഇതുവരെയും ആരും ടെൻഡർ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. 9 കോടി രൂപ വരെയൊക്കെ ടെൻഡർ വെച്ചിട്ടും ആരും മുന്നോട്ട് വന്നിരുന്നില്ല. 20 വർഷമായി ഈ ടെൻഡർ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ചെളി നീക്കാനുള്ള പ്രവൃത്തി ഏറ്റെടുക്കാൻ ആരും വരുന്നില്ല. കാരണം അത്രയുണ്ട് ഇതിലെ ചെളി എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നാട്ടുകാരൊന്നും ഈ ഒരു ടെൻഡറിൽ കരാറുകാരൊന്നും പങ്കെടുക്കാത്തതെന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ നഗരത്തിൻ്റെ ഒരു പുഴ, നഗരത്തിൻ്റെ മുഖമായി മാറിയ ഒരു പുഴ എന്ന നിലയ്ക്ക് കല്ലായിപ്പുഴ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാനിയ മനോമയുടെ റിപ്പോർട്ട് കാണുമ്പോൾ കല്ലായിപ്പുഴയെക്കുറിച്ചുള്ള പാട്ട് പാടുകയും പാട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു ഫീല് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് കല്ലായിയിൽ നിന്ന്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചുള്ള പ്രത്യേക ലൈവത്തോളിനിട്ട തലക്കെട്ട് വെരി ഗുഡ് മോർണിംഗ്, ഈ നഗരത്തിന് എന്തു പറ്റി എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് തിരിച്ചു പറയേണ്ടി വരുന്നു, ഈ കല്ലായിപ്പുഴയ്ക്ക് എന്തു പറ്റി, കോർപ്പറേഷൻ എന്തു പറ്റി, ഇതൊക്കെ കോർപ്പറേഷൻ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. അധികാരികളുടെ ശ്രദ്ധ പതിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു പുഴയെ ഒരു മാലിന്യപ്പുഴയാക്കി മാറ്റിയിരിക്കുന്നു, നരകത്തിലെ പുഴയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഇത്രയും അധികം ഓവുചാലികൾ കാളന്തിയിലേക്ക് തുറന്നു വയ്ക്കുന്നു, കൃത്യമായ സമയത്ത് ശുചീകരണം നടക്കുന്നില്ല, ആഴം കൂട്ടുന്നില്ല, ചെളിയെടുക്കുന്നില്ല, മാലിന്യം വളരെ ശക്തമായി വരുന്നു, ഓക്സിജൻ ഇല്ല, കോളിഫോം ബാക്ടീരിയയുടെ അളവ്. എന്താണ് കല്ലായിപ്പുഴയിൽ സംഭവിക്കുന്നത് ദീപക്? അരുൺകുമാർ, പ്രതാപകാലമുണ്ടായിരുന്ന ഒരു പുഴ എങ്ങനെയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് നമുക്കിവിടെ കാണിക്കാൻ കഴിയുന്നത്. അവിടെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഒരു കാലത്ത് ലോകത്ത് 1-ാം സ്ഥാനത്ത് മരവ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയും നിരവധിയായ തടികൾ ഇവിടെ എത്തി ഇവിടെ നിന്നും പിന്നീട് ഉരുപ്പടികളൊക്കെ ആക്കി മാറ്റിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കാഴ്ചകൾ നമ്മൾ അത്തരം പഴയ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് ഏഷ്യയിലെ 1ാമത് എന്ന അർത്ഥത്തിലേക്ക് മാറുന്നു, അവിടുന്ന് ഇന്ത്യയിലേക്ക് മാറുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ കല്ലായിയുടെ സ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ കാണുന്നത് പോലെ അതിദയനീയമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സാനിയ പറഞ്ഞതുപോലെ ഏതാണ്ട് 65ഓളം ഓവുചാലുകൾ ഈ ഒരു കല്ലായിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഫൈസൽ പള്ളിക്കണ്ടി കൂടി ചേരുന്നുണ്ട്. അരുൺ, ഫൈസൽ ഭായ്, എന്താണ് ഈ പുഴ ഇങ്ങനെ മരിക്കാൻ കാരണം?
ഇത് ഇച്ഛാശക്തി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണ്. കാരണം 15 വർഷം മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അന്ന് NK പ്രേമചന്ദ്രൻ കല്ലായിപ്പുഴ സന്ദർശിക്കുക റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് അന്ന് 3.5 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ 2 വർഷം മുമ്പ് തുക ലാപ്സായി എന്നല്ലാതെ പദ്ധതി നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് 7.5 കോടി പുഴയുടെ നവീകരണത്തിനും ഈ 2 ആഴ്ച മുമ്പ് 5.5 കോടി ഉൾപ്പെടെ 13 കോടി രൂപ ഇന്ന് പുഴയുടെ നവീകരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ പദ്ധതികൾ നടക്കുന്നില്ല. 6 തവണയാണ് കല്ലായിപ്പുഴയുടെ നവീകരണത്തിന് ടെൻഡർ. ഇപ്പോൾ 2 മീറ്റർ ഉയരത്തിൽ കല്ലായിൽ ചെളി ഉയർന്നിരിക്കുക. അതോടൊപ്പം 60 മീറ്റർ വീതി 3 കിലോമീറ്റർ ഇത്രയും ഭാഗത്ത് നിന്നും ചളി നീക്കിയാൽ മാത്രമേ കല്ലായി കേവലം ചളി മാത്രമാണോ, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത്തരം സാധനങ്ങൾ കൂടി ഇതിലേക്ക് ഡംപ് ചെയ്യപ്പെടുന്ന സാഹചര്യം? ഒരുപാട്, അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വേസ്റ്റ് അടക്കം, പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കം കല്ലായി പുഴയിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തൊക്കെ എത്ര ആഴം ഉണ്ടായിരുന്നിരിക്കണം മുൻപ്? ഇവിടെ ഏകദേശം ഒരാളുടെ അധികം ആഴം ഉണ്ടായിരുന്ന, മുമ്പ് ആളുകൾ നീന്തി പഠിച്ചിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇന്ന് ഒരു 6 ഇഞ്ചിൽ പോലും വെള്ളമില്ലാത്ത തരത്തിൽ മാലിന്യം. ഇവിടെ 2 മീറ്ററിലധികം ആഴം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ കാണുന്ന ഇപ്പം ആ നായ്ക്കളൊക്കെ ഓടിപ്പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ ഒരു തിട്ട അതെങ്ങനെ രൂപപ്പെട്ടു? കനോലി കനാല് നവീകരിക്കുന്ന സമയത്ത് അന്നത്തെ കോൺട്രാക്റ്റുകാരന് കൊണ്ടുപോയി തള്ളിയിട്ടുള്ള മണലാണ്. ഇന്നത് തുരുത്തായിട്ട് ഒരു പുഴ നന്നാക്കാൻ അല്ലെങ്കിൽ കനാല് നന്നാക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് കൊണ്ടുപോയി. അതെ, കനാല് നന്നാക്കുന്ന സമയത്ത് പുഴയിൽ കൊണ്ടായിട്ട് ആ മണ്ണ് അവിടെ കൊണ്ട് കൂട്ടി. ആരും കാണാനില്ല. കാരണം എല്ലാ ഭാഗങ്ങളും മറവിന് കാരണം മുൻഭാഗങ്ങളിലെല്ലാം നേരത്തെ കയ്യേറിയിട്ട് മറവ് സ്വകാര്യ വ്യക്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മറവിൽ എന്ത് ചെയ്താലും ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നതന്നെ കേൾക്കുമ്പോൾ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് അവിടെ ഉദ്യോഗസ്ഥർ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദീപക്, ഞാൻ തിരിച്ചു വരാം.